ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസാണ്, ടെർമിനോളജീസ്. അപ്പോൾ ബാങ്കിങ് കമ്പനികളുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്, അപ്പം അതിനെ സംബന്ധിച്ച് കുറച്ച് കുട്ടികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, ബാങ്കിങ് കമ്പനിയും അതിൻ്റെ മീനിങ് ഡെഫിനേഷനെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ഇൻകം അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ലോണ്. ഒരു ബാങ്കിൻ്റെ ബിസിനസ് എന്താ? accepting deposits from the public and lending money അല്ലേ ടു ദി ബിസിനസ് ട്രേഡ്, ഇൻഡിവിജ്വൽസ്, പബ്ലിക്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്സെപ്റ്റിംഗ് ഓഫ് ഡിപ്പോസിറ്റ്സും ലെൻഡിങ് ഓഫ് മണി, ഇതാണ് ബാങ്കിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻ. അപ്പോൾ ഈ ഫങ്ഷൻസിൽ നിന്നും അവർക്ക് ലഭിക്കാവുന്ന ഇൻകം എന്തൊക്കെയാണ് അല്ലേ. നമ്മൾ ലോണ് കടം കൊടുത്തു കഴിഞ്ഞാൽ, കടമായിട്ട് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിന് എന്ത് കിട്ടും? പലിശ കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്, അതൊരു ഇൻകമാണ്. ഡിസ്കൗണ്ട് ഓൺ ബിൽസ്, ബാങ്കുകൾ ചെയ്യുന്ന വേറെ സർവീസാണ് എന്ത്? ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന കമ്മീഷൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്. ദെൻ ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ബാങ്കുകൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ഷെയർസിലും ഡിബഞ്ചറുകളിലും കമ്പനികളുടെ ഡിബഞ്ചറുകളിലൊക്കെ നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, അതൊരു ഇൻകമാണ്. ദെൻ പ്രോഫിറ്റ് ഓൺ ആവറേജ് ഓവർസീസ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. മിക്കവാറും ബാങ്കുകളെല്ലാം ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഓതറൈസ്ഡ് ഡീലേഴ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് കൈമാറുമ്പോൾ അല്ലേ, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ഡിഫറൻസ്. ക്ലിയർ? അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഇൻകമാണ്. ദെൻ കമ്മീഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് അല്ലേ. ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക്, ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലേ, ഏത് രീതിയിലാണ്? ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആയിക്കോട്ടെ അല്ലേ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫറൊക്കെ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന കമ്മീഷൻ. ക്ലിയർ? ഇപ്പോൾ ഡി കമ്മീഷൻ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഡി കമ്മീഷൻ കൊടുക്കണം അല്ലേ. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് കമ്മീഷൻ കൊടുക്കണം. ഇങ്ങനെയുള്ള കമ്മീഷൻ ഇൻകമാണ്. അതുപോലെ റവന്യൂ എക്സ്പെൻസ്, ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താ? ബാങ്കുകൾ ഡിപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്ന ഡിപ്പോസിറ്റ്സിന് ബാങ്ക് എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സിന് പലിശ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്ന പലിശ, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ്, അത് പ്രധാനപ്പെട്ടൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചറാണ്. ദെൻ ജനറൽ എക്സ്പെൻസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ, ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. പിന്നെയോ മെയിൻ്റനൻസ് ഓഫ് പ്രിമിസസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ക്ലിയർ? എക്യുപ്മെൻറ്റ്സും അതുപോലെ പ്രിമിസസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റിപ്പയേഴ്സ്, റിന്യൂവൽ അല്ലേ, ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, റവന്യൂ എക്സ്പെൻസ് ആയിട്ട് പറയാം. ടാക്സേഷൻ. ക്ലിയർ? ഇതൊക്കെ ഇത്രയും ആണ് പ്രധാനപ്പെട്ട റവന്യൂ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എന്താണ് ഒരു ബാങ്കിങ് കമ്പനി എന്നൊക്കെ നമ്മൾ നേരത്തെ നിങ്ങൾ ഇൻട്രഡക്ഷൻ സമയത്തൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ക്ലിയർ? ഓക്കെ. ബാങ്കിങ് കമ്പനികൾക്ക് ചില റെസ്ട്രിക്ഷൻസ് സെക്ഷൻ 8 അനുസരിച്ച് വരുന്നുണ്ട്. ക്ലിയർ? സോ സെക്ഷൻ 8 ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 imposes certain restriction on the business of banking company, as no banking company shall directly or indirectly deal in the buying and selling of or bartering of goods except in connection with the realization of securities given to them. Clear? ഇപ്പോൾ ബാങ്കുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷനാണ്, they are not allowed to undertake trading activity. ബാങ്കിങ് ഒരു സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ബാങ്കുകൾക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു. ബാങ്കുകൾ എന്ത് ചെയ്യാൻ പാടില്ല? നോർമലി ട്രേഡിങ് ചെയ്യാൻ പാടില്ല. ലാഭത്തിന് വേണ്ടി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്? അത് ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും അതുപോലെ മണി ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നുള്ള ഡിഫറൻസ് ആണ് അവർക്ക് ഇൻകം അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ
ട്രേഡിങ്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, സാധനങ്ങൾ വാങ്ങിച്ചു സാധനങ്ങൾ വിറ്റു, അത് പാടില്ല. പക്ഷേ ചെറിയൊരു എക്സംഷൻ ഉണ്ട്. എന്താ അത്? റിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റി ആണെങ്കിൽ അല്ലെ, ഒരു ലോൺ കടം കൊടുത്തു, ആ കടം കൊടുത്തുള്ള ആൾ തിരിച്ചടയ്ക്കുന്നില്ല, ആ സമയത്ത് എന്ത് ചെയ്തു, ആ കമ്പനിയുടെ ഗുഡ്സ് ഒക്കെ പ്രൊസസ് ചെയ്തു ബാങ്ക് അല്ലേ, അണ്ടർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ പ്രൊസസ് ചെയ്തു, അല്ലെങ്കിൽ അതിനൊക്കെ കണ്ടുകെട്ടി, അങ്ങനെയാണെങ്കിൽ അത് വിൽക്കുമ്പോൾ അങ്ങനെ ഡിസ്പോസലൊക്കെ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ക്ലിയർ? അതല്ലാതെയുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റി നിരോധിച്ചിരിക്കുന്നു. ദെൻ നോ ബാങ്കിങ് കമ്പനി ക്യാൻ എൻഗേജ് ഇൻ എനി ട്രേഡ് ഓർ ബൈ ഓർ സെൽ ഓഫ് ഓർ ബാർട്ടർ ഓഫ് ഗുഡ്സ് ഫോർ others otherwise than in connection with the bill of exchange or received for collection. ക്ലിയർ? അപ്പോൾ ഇവിടെ വേറൊരു റെസ്ട്രിക്ഷൻ കൂടെ ഉണ്ട്. അതുപോലെ ബാങ്കിങ് കമ്പനി എന്തുകൂടെ ചെയ്യാൻ പാടില്ല, അവർ സ്വന്തമായിട്ട് ട്രേഡിംഗ് ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റൊരാൾക്ക് വേണ്ടി ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്തു കൊടുക്കാനും പാടില്ല. ക്ലിയർ? എക്സെപ്റ്റ് കണ്ടീഷൻ പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുത്തു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണ് എഴുതുന്നത്? ഒരു ട്രേഡർ അല്ലേ, ഒരു ബയ്യറിൻ്റെ മോളിൽ എഴുതുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അത് ബയ്യർ എന്ത് ചെയ്തിട്ടുണ്ടാവും? അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, ട്രേഡിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് എന്തല്ല, ഇവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ ആയിട്ട് വരില്ല. ഇങ്ങനെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെയോ അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്ന കളക്ഷൻസ്, നെഗോഷിയേഷൻ, ക്ലിയർ, ഇങ്ങനെയുള്ളതിൻ്റെ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരാവുന്ന ട്രേഡിങ്ങിനെ അല്ലെങ്കിൽ അങ്ങനെ എക്സ്ചേഞ്ചിനെ, ബാർട്ടറിങ്ങിനെ അത് അലൗ ചെയ്യുന്നു. അതർവൈസ് ട്രേഡിംഗ് ആക്ടിവിറ്റി പ്രൊഹിബിറ്റഡ് ആണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി റെസ്ട്രിക്ഷൻ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഒരു ടേമാണ് നോൺ ബാങ്കിങ് അസറ്റ്സ്. പലപ്പോഴും പരീക്ഷയ്ക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ നോൺ ബാങ്കിങ് അസറ്റ്സ്? ഇതാണ് നോൺ ബാങ്കിങ് അസറ്റ്സ് എന്ന് പറയുന്നത്. എൻ്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, നോൺ ബാങ്കിങ് അസറ്റ്സ്. ക്ലിയർ? സോ വാട്ട് ഈസ് നോൺ ബാങ്കിങ്? ബാങ്കിങ് അല്ലാത്ത അസറ്റ്സ്. ക്ലിയർ? അതിൻ്റെ അർത്ഥം ബാങ്കിൻ്റെ അല്ലാത്ത അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ബാങ്കിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടി അല്ലാത്തുള്ള അസറ്റ്സ്. ഓക്കെ, സോ ഒരു ബാങ്ക് ഫോർ എക്സാമ്പിൾ ലോൺ കൊടുത്തിട്ടുണ്ട്, ലോൺ കൊടുത്തിട്ടുള്ള ആൾ പൈസ ഒന്നും തിരിച്ചടച്ചില്ല, അതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്തു? അവരുടെ പ്രോപ്പർട്ടീസ് മുഴുവൻ റിക്കവറി ചെയ്തു. ക്ലിയർ? പ്രോപ്പർട്ടീസ് മുഴുവൻ കണ്ടുകെട്ടി, അത് പ്ലഡ്ജ് ചെയ്തിട്ടാണ് അവർ ലോൺ എടുത്തത്. അപ്പോൾ പ്രോപ്പർട്ടിയൊക്കെ അവർ കണ്ടെടുത്തിട്ടുണ്ടാവും അല്ലേ, ലാൻഡോ ബിൽഡിങ്ങോ അല്ലേ, ഇതൊക്കെ അവർ ബാങ്ക് പിടിച്ചെടുത്തിട്ടുണ്ടാവും. ഓക്കെ, നിലവിലുള്ള നിയമങ്ങളൊക്കെ അനുസരിച്ച് ബാങ്കിന് റവന്യൂ റിക്കവറിയൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ അവരുടെ വസ്തുവോ അങ്ങനെ കൊടുത്തിരിക്കുന്ന ജാമ്യ വസ്തുക്കളോ ഒക്കെ പിടിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ച് അവർ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവർ കൈവശം ഉണ്ടാകും ലീഗലി ഒബ്റ്റൈൻഡ് ആയിട്ടുള്ള ഇത്തരം പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ക്ലിയർ? ഇങ്ങനെ ബാങ്കിങ്ങിൻ്റെ ബിസിനസ്സിൻ്റെ ഫലമല്ലാതെ ക്ലിയർ വരാവുന്ന ഒരു ബാങ്ക് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടികൾക്കോ, ക്ലിയർ, ബിൽഡിംഗ് അസറ്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ് എക്യുപ്മെൻറ്റ്സ്, ഓക്കെ, പ്രോപ്പർട്ടീസ്, ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണെന്ത്? നോൺ ബാങ്കിങ് അസറ്റ്സ്. സോ നോൺ ബാങ്കിങ് അസറ്റ്സ് എന്താ? സോ ബാങ്ക്സ് യൂഷ്വലി lend against securities, clear, of some assets. So if the borrower fails to pay or fails to repay the loan amount, then bank has to take possession of such assets given as security. അപ്പം ഇങ്ങനെ ഏറ്റെടുക്കുന്ന, ടേക്ക് പൊസഷൻ, പൊസസ് ചെയ്യുന്ന അസറ്റ്സിനെ, പ്രോപ്പർട്ടീസിനെ, സെക്യൂരിറ്റി നൽകിയിരിക്കുന്ന അസറ്റ്സിനെ അല്ലേ, അതിനെന്ത് ചെയ്യുന്നു? ബാങ്കുകൾ അവരുടെ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാറില്ല. ദേ കനോട്ട് ക്ലാസിഫൈ ഇറ്റ് ആസ് ദെയർ ഓൺ പ്ലാൻ ആൻഡ് പ്രോപ്പർട്ടി. ക്ലിയർ? അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് നമ്മൾ ഒന്നിച്ച് കാണിക്കില്ല, PPE ആയിട്ട് കാണിക്കില്ല. ക്ലിയർ? അപ്പോൾ അത് എന്തായിട്ട് റീക്ലാസിഫൈ ചെയ്യണം? സോ ദീസ് അസറ്റ്സ് ഷുഡ് ബി റീക്ലാസിഫൈഡ് ആസ് നോൺ ബാങ്കിങ് അസറ്റ്സ്. എന്തായിട്ട് പ്രിപ്പയർ ചെയ്യണം? നോൺ ബാങ്കിങ് അസറ്റ്സ് ആയിട്ട് പ്രിപ്പയർ. എന്നിട്ട് പിന്നെ അത് എവിടെയാണ് കാണിക്കേണ്ടത്? അപ്പോൾ സോ ദീസ് വിൽ ബി ഷോൺ അണ്ടർ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡിങ് അതർ അസറ്റ്സ്. ഇപ്പോൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ സാധാരണ ബിൽഡിംഗ് എവിടെയാണ് കാണിക്കുക? PPയിലാണ് കാണിക്കുക അല്ലേ, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിലാണ് കാണിക്കുക. ഇവിടെ അത് കാണിക്കില്ല. എന്താ കാരണം? ദീസ് ഫിക്സഡ് അസറ്റ്സ് ഓർ ബിൽഡിംഗ് വാസ് നോട്ട് അക്വയർഡ് ബൈ ദ ബാങ്ക് ഫോർ ബാങ്കിങ് ബിസിനസ്. പിന്നെ അത് എങ്ങനെ കിട്ടിയതാ? ഇറ്റ് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ വേ ഓഫ് ടേക്കിംഗ് പൊസഷൻ ഓഫ് ദി സെക്യൂരിറ്റി, സെക്യൂർഡ് അസറ്റ്സ്, സെക്യൂർഡ് പ്രോപ്പർട്ടി. ക്ലിയർ? ഇൻ ലിeu ഓഫ് ദ ലോൺ എമൗണ്ട്. ലോൺ എമൗണ്ടിന് പകരമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ബിൽഡിംഗ്. അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും? അതർ അസറ്റ്സ് ആയിട്ട് കാണിക്കുന്നു. ക്ലിയർ? നോൺ ബാങ്കിങ് അസറ്റ്സ് ആയിട്ട് കാണിക്കുന്നു. ക്ലിയർ? സോ നോൺ ബാങ്കിങ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് കെയിംസ് ടു ദ ബാങ്ക്, ക്ലിയർ, ആസ് എ റിസൾട്ട് ഓഫ് റിക്കവറി ഓർ ടേക്കിംഗ് പൊസിഷൻ ഓഫ് ദി
secured properties of defaulted customers, defaulted loanees. Clear? ഇങ്ങനെ ലോൺ എടുക്കുന്ന ബോറോവേഴ്സിൻ്റെ അല്ലെങ്കിൽ ബോറോവേഴ്സ് ഡീഫാൾട്ട് വരുത്തിയിരിക്കുന്ന ബോറോവേഴ്സിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഫിക്സഡ് അസറ്റ്സിനെയോ പ്രോപ്പർട്ടീസിനെയൊക്കെയാണ് എന്താ പറയുന്നത്, നോൺ ബാങ്കിങ് അസറ്റ്സ്. അത് അതർ അസറ്റ്സിലാണ് കാണിക്കേണ്ടത്. ക്ലിയർ? റൈറ്റ്. ദെൻ പിന്നെ വേറൊരു കണ്ടീഷൻ കൂടെ പറയുന്നു, സച്ച് അസറ്റ്സ് ഷുഡ് ബി ഡിസ്പോസ്ഡ് വിത്തിൻ 7 years ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ഇങ്ങനെ ഏറ്റെടുക്കുന്ന അസറ്റുകൾ എന്ത് ചെയ്യണം, ബാങ്കുകൾ സ്ഥിരമായി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം, അത് ഏറ്റെടുത്ത് 7 വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്തിരിക്കണം. സോ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ്. അഗെയിൻ ബാങ്കുകൾ ഇങ്ങനെ അസറ്റ് ഏറ്റെടുക്കുകയും അത് അവരുടെ അസറ്റാക്കി മാറ്റുകയൊക്കെ ചെയ്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി, ഡിസ്കറേജ് ചെയ്യുന്നതിന് വേണ്ടി. ക്ലിയർ? അപ്പോൾ നമ്മൾ നിയമപ്രകാരം തന്നെ അത് പറഞ്ഞിരിക്കുന്നു, 7 yearsനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം. ഓക്കെ. ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് കിട്ടുന്ന അതിൻ്റെ റിയലൈസ്ഡ് വാല്യൂ ചെയ്യുന്ന സമയത്ത്, റിയലൈസേഷൻ ചെയ്യുന്ന സമയത്ത്, ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ലാഭം കിട്ടുകയാണെങ്കിൽ അല്ലേ, അതെവിടെ കാണിക്കും? സോ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദി സെയിൽ ഓഫ് ഓർ ഡിസ്പോസൽ ഓഫ് അസറ്റ്സ്, സച്ച് അസറ്റ്സ് വിൽ ബി ഷോൺ അണ്ടർ ദി ഹെഡിങ് അതർ ഇൻകം. ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം ആയിട്ട് കാണിച്ചിരിക്കണം. ഓക്കെ. Then, so this is what provisions related to non-banking assets. Clear? ഈ 7 വർഷമുള്ള പീരീഡ് വേണമെങ്കിൽ RBIക്ക് അനദർ 5 years കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരമാവധി 12 വർഷം കൊണ്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം. ക്ലിയർ? ഓക്കെ. ദെൻ മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് സെക്ഷൻ 11 അനുസരിച്ച് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ആണ് അല്ലേ. അപ്പോൾ 1949 കൊണ്ടുവന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നതാണ്. എന്താണത്? ഒരു ബാങ്കുകൾ തുടങ്ങുന്നതിന് വേണ്ടി ബാങ്കായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ബാങ്കായിട്ട് ലൈസൻസ് കിട്ടണമെങ്കിൽ മിനിമം ക്യാപിറ്റൽ വേണം. ബാങ്കിന് എന്ത് ചെയ്യണം? വെറുതെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചു, അത് ആ ഡിപ്പോസിറ്റ് പൈസ കിട്ടിയത് ഉപയോഗിച്ചിട്ട് ലെൻഡ് ചെയ്തു, അങ്ങനെ ചെയ്യുന്നത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ? അതുപോലെ മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് റിക്വയർമെൻറ്റ് സെക്ഷൻ 11 അത് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടും അതർ സിറ്റീസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ, ബാങ്കിങ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് നോട്ട് ഹാവിംഗ് പ്ലേസ് of business in the cities of Kolkata, Mumbai, the sum of paid up capital and reserve shall not be less than 15 lakh. Clear? So in case of a banking company incorporated outside, ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് അത് ഇന്ത്യയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. ക്ലിയർ? പക്ഷേ ഔട്ട്സൈഡ് ദ സിറ്റീസ് ഓഫ് മുംബൈ, കൊൽക്കത്ത അങ്ങനെയുള്ള സിറ്റിക്കൊക്കെ പുറത്താണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ 15 ലക്ഷം രൂപ മിനിമം ക്യാപിറ്റൽ വേണം. ക്ലിയർ? 1949 സ്റ്റേറ്റ് ചെയ്ത എമൗണ്ട് ആണ്, അതുകൊണ്ടാണ് ഇത്രയും കുറവ്. ദെൻ ആൻഡ് ഇഫ് ദ പ്ലേസ് ഓഫ് ബിസിനസ് ഈസ് വിത്തിൻ ദി മെട്രോപൊളിറ്റൻ സിറ്റീസ് മുംബൈ ആൻഡ് കൊൽക്കത്ത ദെൻ 20 lakh. ക്ലിയർ? അപ്പോൾ ഇവിടെയൊക്കെ ബിസിനസ് ഉണ്ടെങ്കിൽ 20 ലക്ഷം രൂപ മിനിമം ക്യാപിറ്റൽ വേണം. ഇത് ഫോറിൻ ബാങ്കുകൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് രജിസ്റ്റർ ചെയ്തുള്ള ബാങ്കുകൾക്കാണ്. സോ ഇൻ കേസ് ഓഫ് കമ്പനീസ്, ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, yes, the sum of paid up capital and reserve shall not be less than the amount stated below. എന്നിട്ട് താഴെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത്? ഇഫ് ദ പ്ലേസ് ഓഫ് ബിസിനസ് ഈസ് മോർ ദാൻ 1 state, ഒരു സ്റ്റേറ്റിൽ കൂടുതൽ ബിസിനസ് ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ. ആൻഡ് ഇൻ എനി സച്ച് പ്ലേസ്, ആ ബിസിനസ് എന്ന് പറയുന്നത് മുംബൈയോ കൊൽക്കത്തയോ പോലെ സിറ്റിയിലാണെങ്കിൽ, ക്ലിയർ, ഇപ്പോൾ 10 ലക്ഷം രൂപ. ഓക്കെ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബിസിനസ് ഉള്ള ബാങ്കുകൾക്ക് മിനിമം 5 ലക്ഷം രൂപ. ക്ലിയർ? അത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ അവരുടെ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ വേണം. ഓക്കെ. അതുപോലെ തന്നെ മറ്റുള്ള സിറ്റീസ് ആണെങ്കിൽ, 1 സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണെങ്കിൽ, ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് അത് മുംബൈയും കൊൽക്കട്ടയൊന്നും അല്ലാത്ത സിറ്റിയിലാണ് അവരുടെ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ 1 lakh. ക്ലിയർ? ദെൻ പ്ലസ് ₹10,000 ഫോർ ഈച്ച് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്. ക്ലിയർ? ഓരോ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ, ഓരോ സിറ്റിയിൽ ഓപ്പൺ ചെയ്യുമ്പോഴും 10,000 രൂപയുടെ അഡീഷണൽ ക്യാപിറ്റൽ മിനിമം വേണം എന്ന് പറയും. ക്ലിയർ? ഇൻ ദ സെയിം ഡിസ്ട്രിക്ട്. പ്ലസ് 25,000 ഫോർ ഈച്ച് പ്ലേസ് ഓഫ് ബിസിനസ് വെയർ വിത്തിൻ ദ സ്റ്റേറ്റ്. ക്ലിയർ? അപ്പോൾ വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ 10,000 രൂപയും, അല്ലെങ്കിൽ ഒരേ ഡിസ്ട്രിക്റ്റിനുള്ളിൽ തന്നെ ആണെങ്കിൽ that is 10,000 for each additional place of business in the same district plus, okay,
then 25,000 for each place of business elsewhere in the state. സ്റ്റേറ്റിന് പുറമെ വരാവുന്ന കേസിലാണെങ്കിൽ അത് ഓരോ പ്ലേസ് ഓഫ് ബിസിനസ്സിലും ഓരോ ബ്രാഞ്ച് കൂടുമ്പോഴും ഔട്ട്സൈഡ് സ്റ്റേറ്റ് വരുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിന് പുറമെ എന്ത് ചെയ്യണം, 25,000 രൂപ വെച്ച് കൂടുതൽ വേണം. ക്ലിയർ? സോ ദ മാക്സിമം റിക്വയർഡ് ബീയിങ് 5 lakh. പരമാവധി എത്ര വരെ? 5 ലക്ഷം രൂപ വരെ. ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്. ഇപ്പം ഇത് എത്രത്തോളം റിലവൻ്റ് അല്ല ഇപ്പോൾ, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയും. ദെൻ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് എക്സെട്ര. ക്ലിയർ? ഓൺ ഷെയർസ്. അപ്പോൾ ഇവിടെ വേറൊരു റെസ്ട്രിക്ഷനാണ്. എന്താ റെസ്ട്രിക്ഷൻ പറയണത്? ഒരു കമ്പനി, പ്രത്യേകിച്ച് ഒരു ബാങ്കിങ് കമ്പനി, ആ ബാങ്കിങ് കമ്പനിയുടെ ഷെയർസോ സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ, ക്ലിയർ, സെക്ഷൻ 13 ഓഫ് ബാങ്ക് റെഗുലേഷൻ ആക്ടിൻ്റെ 13 സെക്ഷൻ അനുസരിച്ചിട്ട്, സെക്ഷൻ 13 അനുസരിച്ച് എന്ത് പറയുന്നു? അവർ കൊടുക്കാവുന്ന കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പരമാവധി 2.5% പാടുള്ളൂ. അതായത് 2.5% അധികമായിട്ടുള്ളൊരു കമ്മീഷനോ ബ്രോക്കറേജോ കൊടുക്കാൻ പാടില്ല. ക്ലിയർ? സോ ബാങ്കിങ് കമ്പനീസ് ആർ restricted for the payment of commission, brokerage, discount or remuneration for the issue of shares and securities not exceeding, for an amount not exceeding 2.5% of the paid up capital. Clear? അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ 2.5% അധികം എന്ത് ചെയ്യാൻ പാടില്ല? കമ്മീഷനോ ബ്രോക്കറായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതാണ് വേറൊരു റെസ്ട്രിക്ഷൻ. ദെൻ ഡിവിഡൻഡ്. അതുപോലെ ബാങ്കിങ് കമ്പനികൾക്ക് ഡിവിഡൻറ്റിൻ്റെ പേയ്മെൻറ്റിനുള്ള റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. എന്താ പറയണത്? സെക്ഷൻ 15 അനുസരിച്ച് പറയണു, no banking company or a banking company cannot pay dividend until all of its capitalized expenses have been completely written off. ബാങ്കിങ് കമ്പനിക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള ക്യാപിറ്റൽ നേച്ചറുള്ള എക്സ്പെൻസസ് സ്റ്റിൽ റിട്ടേൺ ഓഫ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, അൺറിട്ടേൺ ഓഫ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, അത് അൺറൈറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. അപ്പം എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അൺറിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിലിമിനറി എക്സ്പെൻസസ് ആവാം. ക്ലിയർ? പിന്നെന്താവാം? ഓർഗനൈസേഷൻ എക്സ്പെൻസ് ആവാം. ഓക്കെ. അതുപോലെ തന്നെ ഷെയർ സെല്ലിംഗ് കമ്മീഷൻ, ബ്രോക്കറേജ്, ഇങ്ങനെയൊക്കെ ആവാം. ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ വരാവുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നേച്ചറുള്ളത് അൺറിട്ടേൺ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ, ഓക്കെ, എക്സ്പെൻഡിച്ചർ നോട്ട് റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ, ഡെഫർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലേ, ഇങ്ങനെ വരാവുന്ന കേസിലുള്ള എക്സ്പെൻഡിച്ചർ മുഴുവൻ റൈറ്റ് ഓഫ് ചെയ്ത ശേഷം മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടും. ക്ലിയർ? അതാണ് വേറൊരു പ്രൊവിഷൻ. ഓക്കെ. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ചില കുട്ടികൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വീഡിയോ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച ശേഷം നമ്മൾ ഇൻഫോം ചെയ്യുണ്ടായി, ഈ റിസർവ് ബാങ്കിങ് കമ്പനികൾ കിട്ടുന്ന ലാഭത്തിൻ്റെ എത്ര ശതമാനമാണ് റിസർവ് മാറ്റി വയ്ക്കുന്നത്, എങ്ങനെയാണ് എടുക്കുക? ക്ലിയർ? അപ്പോൾ അതിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 17 പറയണു. എന്താണ് പറയണത്? ഒരു ബാങ്കിങ് കമ്പനി, അല്ലേ, ഒരു നിശ്ചിത സമയം വരെ, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ അതുപോലെ തന്നെ റിസർവ്സ് ഒക്കെ ഒരു നിശ്ചിത സമയം ആവുന്നവരെ, റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്സ് എല്ലാം കൂടി ചേർത്ത് വരുന്ന എമൗണ്ട് പെയ്ഡപ്പ് ക്യാപിറ്റലിന് തുല്യമായിട്ട് വരുന്നത് വരെ എന്ത് ചെയ്തിരിക്കണം? കിട്ടുന്ന ലാഭത്തിൻ്റെ 25% റിസർവ് ആക്കി കീപ്പ് ചെയ്യണം. സോ എവറി ബാങ്കിങ് കമ്പനി in India, as per Banking Regulation Act, is required to set aside 25% of its net profit to a reserve, to the reserve. Clear? റിസർവിലേക്ക് മാറ്റണം. ഇത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ആണ്, അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നു. നിയമപ്രകാരം ആവശ്യമുള്ള റിസർവ് ആയതുകൊണ്ട്. ക്ലിയർ? ഇപ്പം ജനറൽ റിസർവിന് നമുക്ക് ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് ഒന്നുമില്ല, അല്ലേ? എത്ര വേണമെങ്കിലും മാറ്റി വയ്ക്കാം. ലാഭം ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം, അല്ലേ? ലാഭം ഉണ്ടെങ്കിലും മാറ്റി വയ്ക്കണം എന്നില്ല. ഓക്കെ. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അങ്ങനെയല്ല, നിയമപ്രകാരം മാൻഡേറ്റഡ് ആണ്. ഓക്കെ. ഇങ്ങനെ ബാങ്ക് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് മാൻഡേറ്റഡ് ആയിട്ടുള്ള റിസർവാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ്? സോ ഇറ്റ് ഈസ് 25%. അപ്പോൾ 25% എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സോ 25% കുറയാത്ത ഒരു എമൗണ്ട് മാറ്റി വയ്ക്കണം. ഏത് വരെ മാറ്റി വയ്ക്കണം? അപ്പം അതിനെ സംബന്ധിച്ചാണ് അടുത്തത് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്
or reserve fund until the amount of reserve together with securities premium account is equal to the paid up capital. Yeah, റിസർവ്സും സെക്യൂരിറ്റീസ് പ്രീമിയം കൂടെ ചേർത്തിട്ട് ഉള്ള എമൗണ്ട് ബാങ്കിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് തുല്യമാകുന്നത് വരെ അത് 25% ഓഫ് പ്രോഫിറ്റ് മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിനുശേഷം അതെന്തല്ല നിർബന്ധമല്ല, വേണമെങ്കിൽ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ മാറ്റി വയ്ക്കാതിരിക്കാം. ക്ലിയർ? സോ ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ക്ലിയർ? ശരി. ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. അത് വേറെയാണ്, ഇത് വേറെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ റിസർവ് that should be maintained, that should be set aside from profit, not less than 25% of net profit. Clear? ഏതുവരെയാണ്? For a period up to which the reserve fund and securities premium together will equate to the paid up share capital of the bank. Okay, sure. Cash reserve. എന്താണ് ക്യാഷ് റിസർവ് അല്ലെങ്കിൽ CRR, ക്യാഷ് റിസർവ് റേഷ്യോ, അങ്ങനെ നമുക്ക് പറയാം. ക്ലിയർ? So what is CRR? Cash reserve ratio. The cash reserve ratio in the പ്രത്യേകത cash reserve എന്ന് പറയുന്നത് CRR എന്നാണ് ഇതിനെ പറയാം കേട്ടോ. So it is called as CRR. Cash reserve എന്ന് മാത്രമേ നമ്മൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുള്ളൂ. നമുക്ക് അതിനെന്ത് പറയാം? CRR, cash reserve ratio. എന്താണ് cash reserve ratio? നോക്കൂ, under section 18, banks are required to maintain with the RBI a cash reserve of at least 3% of its total of demand and time liabilities in India. Okay, അപ്പോൾ ഒരു നിശ്ചിത ശതമാനം ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ഡേ എന്താണ്? ഇപ്പോൾ 2-3 ടേംസ് ആണ് അവിടെ വരുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഓക്കെ, സോ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ ഒരു നിശ്ചിത ശതമാനം, ക്ലിയർ, ഓരോ ബാങ്കുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ഈക്വലൻ്റ് ആയിട്ട് എടുത്തു വയ്ക്കണം, കീപ്പ് ചെയ്തിരിക്കണം. ഇതിന് പറയുന്ന പേരാണെന്ത്? ക്യാഷ് റിസർവ് റേഷ്യോ, CRR. ക്ലിയർ? സോ കറൻ്റ്ലി ദ റേറ്റ് ഈസ് 3%. ഇപ്പം റേറ്റ് എത്രയാ? 3%. ക്ലിയർ? ഇപ്പോൾ RBI ആണ് നിശ്ചയിക്കുക CRR എത്ര വേണമെന്ന്. ക്ലിയർ? ആസ് പാർട്ട് ഓഫ് ദെയർ മോണിറ്ററി പോളിസി. ഓക്കെ, അപ്പോൾ അങ്ങനെ CRR ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? ഇപ്പോൾ 3% ആണ്. ഇത് ഇറ്റ് മേ വേരി. ക്ലിയർ? ഏതുവരെ ആവാം? അപ് ടു 15% വരെയൊക്കെ ആവാം. പക്ഷെ കറൻ്റ്ലി ഇറ്റ് ഈസ് kept as low at 3%. ക്ലിയർ? പ്രത്യേകിച്ച് നമ്മൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു സ്ലോ ഡൗൺ ഒക്കെ ഉണ്ടാവുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ബാങ്കിന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ ഉണ്ടായിരുന്ന അതിൻ്റെ റേറ്റ് 3.5 അടുത്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് എന്ത് ചെയ്തു? ദേ ഹാവ് റെഡ്യൂസ്ഡ് ടു 3% CRR. ഓക്കെ, സോ ദിസ് ഈസ് ക്യാഷ് റിസർവ് റേഷ്യോ. ഇത് എവിടെ എടുത്ത് വയ്ക്കേണ്ടതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ അഫിലിയേറ്റഡ് ബാങ്കും അല്ലെ ഷെഡ്യൂൾഡ് ബാങ്കുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇതാണ് CRRൻ്റെ പ്രത്യേകത. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക? ക്യാഷ് ആയിട്ടോ ക്യാഷ് ഈക്വലൻ്റ്, നിയർ ക്യാഷ് ആയിട്ട് എന്ന് പറയുന്നത് നമ്മളതിനെ. ക്ലിയർ? ക്യാഷ് ആക്കി വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന നിയർ ക്യാഷ് സെക്യൂരിറ്റീസ് ഇതായിട്ടോ അവരെന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ? എന്താണ് ഇപ്പോൾ ഇവിടെ വേറൊരു വരുന്നൊരു ടേം? ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെയാണ് 3%. അല്ലേ? CRR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എത്രയാണ് CRR എമൗണ്ട് എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ ഒരു ബാങ്കിന് ഒരു നിശ്ചിത പീരീഡിലുള്ള അല്ലെങ്കിൽ ഓരോ ദിവസമുള്ള ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ ബാലൻസ് എത്രയാണെന്ന് നോക്കണം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ 3% കീപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എന്താണ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്? അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി, ഒരു പ്രധാനപ്പെട്ട ലയബിലിറ്റി എന്താ? ഒരു ബാങ്കിന് കിട്ടുന്ന ഡിപ്പോസിറ്റ്സ് അല്ലേ? ഈ ഡിപ്പോസിറ്റ്സ് ആരുടെയാണ്? പബ്ലിക്കിൻ്റെയാണ്, ജനങ്ങളുടെയാണ്. ജനങ്ങളാണ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, അവരുടെയാണ് പൈസ അല്ലേ? ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോസിറ്റ് എന്താ? ഒരു ലയബിലിറ്റിയാണ് അല്ലേ? തിരിച്ചു കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണ്. ക്ലിയർ? ഇങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആയിട്ടുള്ള ഡിപ്പോസിറ്റ്സിനെ, ക്ലിയർ, 2 തരത്തിലുള്ള ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. എന്താണത്? ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് എന്നും. എന്താ ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ്? ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കുക അല്ലേ? കറണ്ട് അക്കൗണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കറണ്ട് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട് നമ്മൾ എപ്പോൾ പോയാലും വിഡ്രോ ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുപോലെ സേവിങ്സ് ബാങ്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പരിധി വരെ ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് പോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? വിഡ്രോവൽ റെസ്ട്രിക്ഷൻ അതിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.
അതുപോലെ തന്നെ ടൈം എന്താണ്, ടൈം ഡിപ്പോസിറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താ ടൈം ഡിപ്പോസിറ്റ്സ്? ഒരു നിശ്ചിത പീരീഡിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പോൾ 5 മാസത്തേക്കോ 6 മാസത്തേക്കോ 3 മാസത്തേക്കോ 1 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഡിപ്പോസിറ്റ്സ് നമ്മൾ എന്താ പറയുക, ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ടൈം ഡിപ്പോസിറ്റ്സ് എന്ന് പറയും. ഇങ്ങനെ ഡിമാൻഡ് ആൻഡ് ടൈം ഡിപ്പോസിറ്റ്സ്. അപ്പോൾ കറണ്ട് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്, സേവിങ്സ് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്, റിക്കറിംഗ് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്, ഇങ്ങനെയുള്ള ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ 3%. ക്ലിയർ? അപ്പോൾ അതെങ്ങനെ എടുക്കും? ഒരു ദിവസം ബാങ്കിന് എത്ര ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ഉണ്ടെന്ന് ബാങ്ക് പേ ചെയ്യും. ക്ലിയർ? അപ്പോൾ പ്രീവിയസ് ബാലൻസ് ഉണ്ടാവും, ഈ വർഷം ആ ദിവസം വിഡ്രോ ചെയ്തതുണ്ടാവും. ക്ലിയർ? ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കുന്നു. ക്ലിയർ? അപ്പോൾ പീരിയോഡിക്കലി അത് ചെക്ക് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ബാലൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് CRR ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്? അതായത് ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. ക്ലിയർ? എന്താണ് അതിൻ്റെ പ്രത്യേകത? കാരണം CRRൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നിശ്ചയിക്കുമ്പോൾ ബാങ്കുകൾ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അഥവാ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ഡേയിൽ അല്ലേ ബാങ്കിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വരികയാണെങ്കിൽ അല്ലേ, ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഒഴിവാക്കാൻ വേണ്ടി ബാങ്കുകൾ തന്നെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയണു, എല്ലാ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന ഡിപ്പോസിറ്റ്സിൻ്റെ ഒരു നിശ്ചയ ശതമാനം ക്യാഷ് ആക്കി ഞങ്ങളുടെ കയ്യിൽ തരിക. ക്ലിയർ? ഇപ്പോൾ ബാങ്കിന് എന്തെങ്കിലും ഇന്നബിലിറ്റി വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് എമൗണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു റീസൺ അതാണ്. രണ്ടാമത്തെ ഒരു റീസൺ ഉണ്ട്, മോണിറ്ററി പോളിസി അഡ്ജസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി, ക്രെഡിറ്റ് ക്രിയേഷൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സെമിസ്റ്റർ വരുമ്പോൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ഫംഗ്ഷൻസിൻ്റെ ഭാഗമായി ക്രെഡിറ്റ് കൺട്രോൾ, ക്രെഡിറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ മോണിറ്ററി കൺട്രോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ക്ലിയർ മണി സർക്കുലേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനുള്ളൊരു വെപ്പണായിട്ട്, ഒരു ടൂളായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. കാരണം എന്താ? CRR കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കൈവശത്തിലുള്ള കുറേ പൈസ എന്ത് ചെയ്യും? ബാങ്കിൻ്റെ കൈവശത്ത് നിന്ന് റിസർവ് ബാങ്കിലേക്ക് പോകും. CRR കുറച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള കുറേ പൈസ ബാങ്കിൻ്റെ കൈവശം വരും. ക്ലിയർ? അപ്പോൾ മാർക്കറ്റിൽ കറൻസി സർക്കുലേഷൻ കുറയുന്നു, അല്ലെങ്കിൽ പൈസയുടെ ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, ഫണ്ട് അവൈലബിലിറ്റി വേണം, കൂടുതൽ സർക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യണം, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? അവർ മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഈ CRRൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ബാങ്കുകൾക്ക് അവരുടെ തന്നെ പൈസ, റിസർവ് ബാങ്കിൽ എടുത്തു വെച്ചിരിക്കുന്ന പൈസ കൂടുതലായിട്ട് അവരുടെ കയ്യിൽ കിട്ടും. അങ്ങനെ അവർക്ക് ആ പൈസ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ദേ ക്യാൻ ലെൻഡ് മണി. ക്ലിയർ? കൂടുതൽ കടം കൊടുക്കാനും ഒക്കെ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെയാണ് വളരെ കൂടുതൽ പൈസ മാർക്കറ്റ് സർക്കുലേറ്റ് ചെയ്യുന്നു, ടു മച്ച് ഓഫ് മണി ഈസ് ഇൻ സർക്കുലേഷൻ ഇൻ ദ എക്കണോമി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ വരും, പ്രൈസ് ലെവലൊക്കെ ചേഞ്ച് ചെയ്യും അല്ലേ. ഇപ്പോൾ വിലക്കയറ്റമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പൈസയുടെ സർക്കുലേഷൻ കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അപ്പോൾ അതിന് റിസർവ് ബാങ്കുള്ള ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അവരെന്ത് ചെയ്യും? CRR കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാങ്കിൻ്റെ കൈവശമുള്ള കുറേ പൈസ, കോടിക്കണക്കിന് രൂപ റിസർവ് ബാങ്കിലേക്ക് പോകും. അപ്പോൾ മണിയുടെ സർക്കുലേഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. ക്ലിയർ? ബാങ്കുകൾക്ക് കടം കൊടുക്കാനുള്ള പൈസ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ മണി സർക്കുലേഷൻ മാർക്കറ്റിൽ, എക്കണോമിയിൽ കുറയും. ക്ലിയർ? ഇങ്ങനെയുള്ളൊരു പ്രൊവിഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് CRR. അപ്പോൾ CRR എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു പ്രധാനപ്പെട്ട ടേമാണ് CRR. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ. കറണ്ട് പെർസെൻറ്റേജ് ഈസ് 3%. ശരി. ദെൻ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ചില സന്ദർഭത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബാങ്കിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ട്, ട്രയൽ ബാലൻസ് ഒക്കെ തന്നിട്ട് അതിൽ ക്യാഷ് വിത്ത് RBI തന്നിട്ടുണ്ടാവും. ക്ലിയർ? എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടാകും CRR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്, ടോട്ടൽ ഡിപ്പോസിറ്റ്സിൻ്റെ എമൗണ്ട് ഒക്കെ എടുത്ത് കൂട്ടിയിട്ട് അതിൻ്റെ 3% എത്രയാണെന്ന് നോക്കണം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യണം? ആ 3% സഫീഷ്യൻ്റ് ആണോ ബാലൻസ് വിത്ത് RBI നോക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബാങ്കിൻ്റെ കൈവശമുള്ള അക്കൗണ്ടിൽ നിന്നും ക്ലിയർ ഫണ്ട് എന്ത് ചെയ്യുക? ഒന്നുകിൽ ക്യാഷ് അറ്റ് ബാങ്ക്, അല്ലെങ്കിൽ ക്യാഷ് വിത്ത് അതർ ബാങ്ക്സ്, അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ്, ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? പൈസ RBIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്ലിയർ? അത് റെയറായിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക ഇതാണ് CRR. ഓക്കെ, നെക്സ്റ്റ് term is related to statutory liquidity ratio.
സോ വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ? SLR എന്നാണ് ഇതിന് പറയുക. SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ക്ലിയർ? ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോ ആണ്, പക്ഷെ എന്തല്ല, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് പോലെയല്ല. ക്ലിയർ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? ദിസ് ഈസ് created as per the provisions of Banking Regulation Act in order to protect, clear, the interest of deposit holders, public at large, protect the interest of economy. Clear? അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലിയർ പറയുന്നു, ബാങ്കുകളുടെ അടുത്ത് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ആകെയുള്ള ക്ലിയർ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ ഒരു നിശ്ചിത ശതമാനം തുക ക്ലിയർ ലിക്വിഡ് അസറ്റായിട്ട് കീപ്പ് ചെയ്യണം. ബാങ്കിൻ്റെ അടുത്ത് പറഞ്ഞു, കിട്ടിയ പൈസ മുഴുവൻ, ഡിപ്പോസിറ്റിൻ്റെ പൈസ മുഴുവൻ എന്ത് ചെയ്യാൻ പാടില്ല? ലെൻഡ് ചെയ്യാൻ പാടില്ല, കടം കൊടുക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? ആകെ കിട്ടിയിരിക്കുന്ന ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്താക്കി കീപ്പ് ചെയ്യണം? ലിക്വിഡാക്കി എപ്പോഴും വെച്ചിരിക്കണം, ലിക്വിഡ് അസറ്റ്സ് ആക്കി വെച്ചിരിക്കണം. ക്ലിയർ? ഇത് ലിക്വിഡിറ്റിയുടെ ഒരു നിർബന്ധമാണ്. ഇപ്പം നിയമപ്രകാരം അങ്ങനെ RBIക്ക് പവർ കൊടുത്തിട്ടുണ്ട്. RBI ഹാസ് ബീൻ എംപവേർഡ് ബൈ ആക്ട് ടു ഡിസൈഡ് അപ്പോൺ ദി ലിക്വിഡിറ്റി റേഷ്യോ. എത്രയായിരിക്കണം ബാങ്കിൻ്റെ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് നിശ്ചയിക്കാൻ നമ്മൾ RBIക്ക് പവർ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇറ്റ് മേ ബി അപ് ടു 40%, 40% വരെയൊക്കെ വേണമെങ്കിൽ മാറ്റാം. ക്ലിയർ? ഇപ്പോൾ 25 മുതൽ 40 വരെയോ അല്ലെങ്കിൽ താഴെയൊക്കെ വരാം. അപ്പോൾ RBI നിശ്ചയിക്കും. RBI നിശ്ചയിക്കുന്ന ശതമാനം, പെർസെൻറ്റേജ്. ക്ലിയർ? ഏതിൻ്റെ പെർസെൻറ്റേജ് ആണ്? എഗെയിൻ ഇവിടെ പറയുന്നു ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. എന്താ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി? സം ടോട്ടൽ ഓഫ് കറണ്ട് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്, സേവിങ്സ് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്, റിക്കറൻറ്റ് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്. ക്ലിയർ? ഇങ്ങനെ വരാവുന്ന ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ നിശ്ചിത ശതമാനം. എത്രയാണ്? എത്ര ശതമാനം വരെ ലിക്വിഡായിട്ട് കീപ്പ് ചെയ്യണം? അപ് ടു 40% വരെ ചെയ്യാം. ക്ലിയർ? ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ എത്രയാണ് റേറ്റ്? ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നേരത്തെ ഈ ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം RBIയുടെ ഒരു മെഷറായിട്ട് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? RBI ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറൻ്റ്ലി SLRൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട്. അത് എത്രയാണ്? ഇറ്റ് ഈസ് കെപ്റ്റ് ആസ് 18%, 18%. അപ്പോൾ 18% ഇപ്പോഴത്തെ SLR. കറണ്ട് റേറ്റ് ഈസ് 18%. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കറൻ്റ്ലി ഇപ്പോൾ എത്രയാണ്? 18%. ക്ലിയർ? 18% ലിക്വിഡ് അസറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. എന്തിനൊക്കെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് പറയുക? അപ്പോൾ അതിലെന്തൊക്കെ വരും? ക്യാഷ് വരും. ക്ലിയർ? ക്യാഷ് ഇൻ ഹാൻഡ് വരും, ക്യാഷ് വിത്ത് RBI വരാം. ക്ലിയർ? അതുപോലെ തന്നെ ക്യാഷ് വിത്ത് അതർ ബാങ്ക് വരാം, ഡിപ്പോസിറ്റ്സ് വിത്ത് അതർ ബാങ്ക്സ് വരാം. ക്ലിയർ? അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, വളരെ ഷോർട്ട് ടേം ആയിട്ട് വരുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ട്രഷറി ബില്ലുകൾ. ക്ലിയർ? ഇതിലൊക്കെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ. ചില അവസരത്തിൽ ഗവൺമെൻറ് എന്തുകൂടെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ കൂടെ ഇതിൽ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? സോ ദീസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ക്യാൻ ആൾസോ ബി ആൻ ഐറ്റം അണ്ടർ ദി റിക്വയർമെൻറ്റ് ഓഫ് SLRന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐറ്റമായിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് ബോണ്ടുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചവരെ ലിക്വിഡാക്കി കീപ്പ് ചെയ്ത് വെക്കുന്നു. ഓക്കെ. ഇങ്ങനെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ബാങ്കുകൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ആകെ ഡിപ്പോസിറ്റ്സിൻ്റെ ഒരു നിശ്ചിത ശതമാനം ലിക്വിഡാക്കി മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലേ ഒരു റേഷ്യോ റിക്വയർമെൻറ്റിനെ പറയുന്ന പേരാണെന്ത്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ദാറ്റ് ഈസ് SLR. അപ്പോൾ CRR SLR തമ്മിലുള്ള വ്യത്യാസം എന്താ? CRR വേഴ്സസ് SLR. CRR എന്താ? RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷാണ് അല്ലേ? SLR എന്താണ്? ബാങ്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എമൗണ്ടാണ്. ക്ലിയർ? ഇത് നമ്മൾ എവിടെയും കൊണ്ട് നിക്ഷേപിക്കണമെന്നൊന്നുമില്ല, ബാങ്കിന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ദേ ക്യാൻ കീപ് ഇറ്റ് എയ്തർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഡിപ്പോസിറ്റ് വിത്ത് അതർ ബാങ്ക്. ക്ലിയർ? ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എക്സെട്ര. ക്ലിയർ? ഓർ ഗവൺമെൻറ് ബോണ്ട്സ് എക്സെട്ര. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CRR ആൻഡ് SLR. ഓക്കെ, റൈറ്റ്. ഇനി വേറൊരു റെസ്ട്രിക്ഷൻ ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനികൾക്കുള്ള മറ്റൊരു റെസ്ട്രിക്ഷനാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ക്ലിയർ? ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻ. ബാങ്കിങ് കമ്പനികൾക്ക് അവരുടെ തന്നെ ഷെയറോ സെക്യൂരിറ്റീസോ ഡിവഞ്ചറോ ഉപയോഗിച്ചിട്ട് ഒരാൾ ബോറോ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിനെ സെക്യൂരിറ്റിയായി സ്വീകരിച്ചുകൊണ്ട് ലോൺ കൊടുക്കാൻ പാടില്ല. നോ ബാങ്കിങ് കമ്പനി can grant loans and advances on the basis of security of its own shares.
ഒരു ബാങ്ക് ഷെയർ ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക, അവരുടെ ഷെയർ ഹോൾഡർ ലോൺ എടുക്കാൻ വേണ്ടി വന്നു. ക്ലിയർ? എന്നിട്ട് പകരം സെക്യൂരിറ്റി ചോദിച്ച് പറഞ്ഞ് എന്ത് ചെയ്ത് ഈ ഷെയറിന് അവർക്ക് കൈവശമുള്ള ഷെയറിന് കൊടുത്തു സെക്യൂരിറ്റി ആയിട്ട്. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ലോൺസിന് അഡ്വാൻസ് കൊടുക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യാം? മറ്റുള്ള ഏതെങ്കിലും ബാങ്കിൻ്റെ ഷെയർസ് ആണെങ്കിൽ, മറ്റുള്ള കമ്പനികളുടെ ഷെയർ ആണെങ്കിൽ ക്ലിയർ കൊടുക്കാം. ക്ലിയർ? സോ ഒരു ബാങ്കിങ് കമ്പനിക്ക് അവരുടെ തന്നെ ഷെയർസിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയർസിനെ സെക്യൂരിറ്റി ആയി സ്വീകരിച്ചുകൊണ്ട് ക്ലിയർ കടം കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ബാങ്കിങ് കമ്പനിക്ക് അവരുടെ ഡയറക്ടേഴ്സിന് ക്ലിയർ ഡയറക്ടേഴ്സ് ഓഫ് എ ബാങ്കിങ് കമ്പനിക്കും എന്ത് ചെയ്യാൻ പാടില്ല? കടം കൊടുക്കാൻ പാടില്ല. ക്ലിയർ? സോ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓൺ ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് വരാവുന്ന പ്രവർത്തിക്കുന്ന സബ്സിഡറീസോ ഒക്കെ ആണെങ്കിലും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? കടം കൊടുക്കുകയോ അതിനുവേണ്ടി ഗ്യാരണ്ടി കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഒരു നമ്മൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള 2-3 ടേംസിനെ കുറിച്ചാണ് നമ്മളതിലൂടെ നോക്കിയത് അല്ലേ. ഇപ്പം എന്തൊക്കെയാണ് നോക്കിയത്? പ്രധാനമായിട്ടും നമ്മൾ നോൺ ബാങ്കിങ് അസസിനെ കുറിച്ച് പഠിച്ചു അല്ലേ, CRRനെ കുറിച്ച് പഠിച്ചു, SLRനെ കുറിച്ച് പഠിച്ചു, റെസ്ട്രിക്ഷൻ ഓൺ ലോൺസിനെ കുറിച്ച് പഠിച്ചു അല്ലേ, റെസ്ട്രിക്ഷൻ റിലേറ്റഡ് ടു അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ബ്രോക്കറേജ് അതിനെക്കുറിച്ച് പഠിച്ചു അല്ലേ, റിസർവ് റിക്വയർമെൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെൻറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയുണ്ടായി. ഓക്കെ, ഇങ്ങനെ അതുപോലെ ഡിവിഡൻഡ് പേയ്മെൻറ്റ്സിനുള്ള റെസ്ട്രിക്ഷനെ കുറിച്ച് നമ്മൾ നോക്കുകയുണ്ടായി. ഓക്കെ, ഇതെല്ലാം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായുള്ള ചില ടേംസ് ആണ്, ടെർമിനോളജീസ് ആണ്. ക്ലിയർ? ഒരു ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബുക്സ് ടു ബി മെയിൻറ്റെയിൻ ഇൻ എ ബാങ്ക് ഓർ ബൈ എ ബാങ്ക് അല്ലേ. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? ഓക്കെ, സോ പേയിങ് ക്യാഷിയേഴ്സ്, കൗണ്ടർ ക്യാഷ് ബുക്ക്. ക്ലിയർ? അതുപോലെ തന്നെ സെക്ഷണൽ ക്യാഷ് ബുക്ക്, ദെൻ ക്യാഷ് ബാലൻസ് ബുക്ക്, കറണ്ട് അക്കൗണ്ട്സ് ലെഡ്ജർ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ, ഇങ്ങനെ ഡിപ്പോസിറ്റ്സ് ലെഡ്ജേഴ്സ്, ലോൺ ലെഡ്ജർ, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നുള്ള ലെഡ്ജർ, ക്യാഷ് ക്രെഡിറ്റ് ലെഡ്ജർ. ക്ലിയർ? ഇങ്ങനെ ഒട്ടനവധി ലെഡ്ജേഴ്സും ബുക്സൊക്കെ അവർ കീപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ? ഒരു സ്ലിപ്പ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. എന്താണ് അപ്പോൾ ഈ സ്ലിപ്പ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ, താഴെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം സ്ലിപ്പ് സിസ്റ്റം എന്താണ്. ബാങ്ക് അക്കൗണ്ട്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്കിങ് അക്കൗണ്ട്സ് എന്താണത്? ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അല്ലേ സം ഓഫ് ദി special features in respect of accounting for the bank. So daily it receives cash from its customers or on their behalf and pays cash to the customers on their behalf. Clear? ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ക്യാഷ് കിട്ടുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് എന്തൊക്കെയാണ്? നമ്പർ 1 പോസ്റ്റിംഗ്. ഓക്കെ, എന്താ പോസ്റ്റിങ്ങിൽ പറയുന്നത്? Entries are posted in the personal ledger directly from slips. ഒരു കസ്റ്റമർ വന്നു, ഒരു പേയിങ് സ്ലിപ്പ് തയ്യാറാക്കി ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ, പൈസ കിട്ടിയെന്ന് ക്യാഷർ സീൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സ്ലിപ്പിൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പേഴ്സണൽ ലെഡ്ജറിൽ പോസ്റ്റിങ് ചെയ്യുക. ക്ലിയർ? ആ കസ്റ്റമറുടെ അക്കൗണ്ടിൽ വരവ് വയ്ക്കുക. ക്ലിയർ? ഇങ്ങനെ സ്ലിപ്പുകൾ ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിങ് ചെയ്യുന്നു. ലെഡ്ജേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ലെഡ്ജർ പോസ്റ്റിംഗ് എങ്ങനെ ചെയ്യുക? ആദ്യം ഒരു ബുക്ക് ഓഫ് ജേണൽ എഴുതും അല്ലേ, ജേണൽ എൻട്രി നമ്മൾ എഴുതും. ക്ലിയർ? ആ ജേണൽ എൻട്രിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. പക്ഷേ ബാങ്കിൽ എന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് പോസ്റ്റിംഗ് ഫ്രം സ്ലിപ്സ്. ക്ലിയർ? അല്ലാതെ എന്ത് ചെയ്യുന്നില്ല അവർ? ദേ ആർ നോട്ട് മെയിൻറ്റെയിനിങ് ജേണൽ ബുക്ക്. ക്ലിയർ? ഓക്കെ, ജേണൽ എൻട്രി എഴുതുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ബുക്കൊന്നും അവർ കീപ്പ് ചെയ്യുന്നില്ല. ദെൻ ഡെയിലി ട്രയൽ ബാലൻസ്. ഒരു ബാങ്കിന് വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ നടക്കും അല്ലേ, ക്യാഷ് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടും നോൺ ക്യാഷ് ആയിട്ടും ഒക്കെ ഡെബിറ്റും ക്രെഡിറ്റ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് കമ്പനികൾ എന്ത് ചെയ്യുന്നു? ഓൺ ഡെയിലി ബേസിസ് ദേ വിൽ പ്രിപ്പയർ ട്രയൽ ബാലൻസ്. ഒരു ദിവസം എത്ര റെസീറ്റ് കിട്ടി, എത്ര പേയ്മെൻറ്റ് കൊടുത്തു. ക്ലിയർ? അതനുസരിച്ച് RNP റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അവർ ഡെയിലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ക്ലിയർ? സോ ദാറ്റ് ഈസ് അനദർ ഫീച്ചർ. ദെൻ സെൽഫ് ബാലൻസിങ്. ക്ലിയർ? മിക്കവാറും ലെഡ്ജേഴ്സും ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സെൽഫ് ബാലൻസിങ് സിസ്റ്റം. ക്ലിയർ? ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിന് പറയുന്ന പേരാണെന്ത്? സെൽഫ് ബാലൻസിങ് സിസ്റ്റം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് ലെഡ്ജർ അക്കൗണ്ട്സ്. ക്ലിയർ? ലെഡ്ജർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു
സിസ്റ്റത്തിനെയാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ് അല്ലെങ്കിൽ സെൽഫ് ബാലൻസിങ് സിസ്റ്റം എന്ന് പറയാം. എന്താണത്? ഒരു ലെഡ്ജറിൽ അല്ലെങ്കിൽ കുറേ ലെഡ്ജേഴ്സിൻ്റെ ക്ലിയർ ഒതൻറ്റിസിറ്റി നമുക്ക് വേറൊരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ നമുക്ക് സൺഡ്രി ഡെറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലേ? സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ട് ശരിയാണോ അല്ലയോ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? എങ്ങനെയാണ് നോക്കാൻ പറ്റുക, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെയിൽസ് നടത്തിയിട്ടുണ്ടാവും, അല്ലേ? ഇപ്പോൾ സെയിൽസ് നടത്തി അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് ഒഴിവാക്കി. ക്ലിയർ? അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് മാത്രമായിട്ട് കിട്ടി. ക്ലിയർ? അതിന് ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് എത്ര ക്യാഷ് വന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ബാക്കിയുള്ള എന്താണ്? സൺഡേ ഡെറ്റേഴ്സിൻ്റെ ബാലൻസാണ്. ക്ലിയർ? ഇങ്ങനെ സൺഡേ ഡെറ്റേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ വെരിഫിക്കേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ലെഡ്ജേഴ്സിൻ്റെ ക്ലിയർ ബാലൻസുകളെ അല്ലെങ്കിൽ ബാലൻസിൻ്റെ ഒതൻറ്റിസിറ്റി ക്ലിയർ വേറെ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഉള്ള ലെഡ്ജേഴ്സിൻ്റെ ബാലൻസിങ്ങുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണെന്ത്? സെൽഫ് ബാലൻസിങ്. ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് മറ്റൊരു അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ ഒന്ന് കറക്റ്റ് ആണെങ്കിൽ വേറൊന്ന് ശരിയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ഒരു ബാലൻസിങ് മെക്കാനിസം, ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ബാലൻസിങ്. അപ്പോൾ അതാണ് വേറൊരു ഫീച്ചർ. ഓക്കെ, ദെൻ ഡെയിലി സമ്മറി ഷീറ്റ്സ്. അപ്പോൾ ഡെയിലി അവർ എന്ത് ചെയ്യുന്നു? സമ്മറി ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിലെന്തുണ്ടാവും? ടോട്ടൽസ്. ക്ലിയർ? ഓഫ് വിച്ച് പോസ്റ്റഡ് ടു ദി കൺട്രോൾ അക്കൗണ്ട്സ് ഇൻ ദി ജനറൽ ലെഡ്ജർ. ഇങ്ങനെയുള്ള ഈ ടോട്ടലുകളാണ് ക്ലിയർ ഒരു സമ്മറി ഷീറ്റ്സിൽ വരാവുന്ന ടോട്ടൽ. പേഴ്സണൽ ലെഡ്ജേഴ്സിൻ്റെ ഒക്കെ സമ്മറിയൊക്കെ എടുത്ത് എത്ര ഡിപ്പോസിറ്റ് കിട്ടി, എത്ര അല്ലേ ലോൺസ് കൊടുത്തു, അതിൻ്റെയൊക്കെ നമ്മൾ സമ്മറീസൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? ഒരു ജനറൽ ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ ലെഡ്ജേഴ്സിൻ്റെ പോസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെയൊക്കെ ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഡെയിലി സമ്മറി ഷീറ്റ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റീപേയ്മെൻറ്റ് കിട്ടും. അതിൽ എത്ര ഇൻട്രസ്റ്റ് വന്നു, എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് വന്നു നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ജനറൽ ലെഡ്ജറിൽ എഴുതാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നു. സമ്മറി ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്തു. കണ്ടിന്യൂസ് ചെക്ക്. ക്ലിയർ? ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മോണിറ്ററിങ് അവിടെ ഉണ്ട്. കണ്ടിന്യൂസ് ചെക്ക് ഉണ്ട്. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്ന് പറയും, അല്ലേ? നമുക്കറിയാൻ പറ്റും. നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ബാങ്കിൽ പോയിട്ട് പൈസ വിഡ്രോ ചെയ്യാൻ പോയി എന്ന് വിചാരിക്കുക, ചെക്കും കൊണ്ട് പോയി. ഉടനെ പൈസ വരുമോ? ഇല്ല. ചെക്ക് എന്ത് ചെയ്യണം? ആദ്യം ഒരു പരിധി വരെയുള്ള ചെക്കാണെങ്കിൽ സെക്ഷൻ്റെ ക്ലർക്ക് തന്നെ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്ത് നമുക്ക് ഒതൻറ്റിക്കേറ്റ് ചെയ്ത് ക്യാഷറിലേക്ക് കൊടുക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നേരെ അക്കൗണ്ട്സ് ഓഫീസറിൽ പോകണം. അക്കൗണ്ട്സ് ഓഫീസർ ലെഡ്ജർ ബുക്കുമായിട്ട് നോക്കും. ക്ലിയർ? അത് ചിലപ്പോൾ വളരെ കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ അത് മാനേജറെ കാണണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ സിസ്റ്റം വെച്ചിട്ടുണ്ട്, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ബാങ്കിലെ ട്രാൻസാക്ഷനൊക്കെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പം ഇങ്ങനെ ഒരു ഒതൻറ്റിക്കേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ചെക്ക്, ക്ലിയർ, ഒരാൾ ചെയ്യുന്ന വർക്ക് മറ്റൊരാൾ കൂടെ ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ബാങ്കിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് അക്കൗണ്ടിങ്ങിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. ഡബിൾ വൗച്ചർ സിസ്റ്റം. ക്ലിയർ? അപ്പോൾ ബാങ്കിലുള്ളൊരു പ്രത്യേകതയാണ്, അല്ലേ? മിക്കവാറും ട്രാൻസാക്ഷൻസിന് എന്തുണ്ടാവും? ഡബിൾ വൗച്ചർ, അല്ലേ? വൗച്ചർ സാധാരണ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് ഉപയോഗിക്കുക. ഇവിടെ അങ്ങനെയല്ല. ഡെബിറ്റ് വൗച്ചറും ക്രെഡിറ്റ് വൗച്ചറും, അല്ലേ? ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ വേറൊരു അക്കൗണ്ട് എന്താവും? ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ഡെബിറ്റ് വൗച്ചറും ക്രെഡിറ്റ് വൗച്ചറും സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കണം. ക്ലിയർ? ഇങ്ങനെ വൗച്ചേഴ്സ്, ഡബിൾ വൗച്ചേഴ്സ് ഉപയോഗിക്കും. ഇതൊക്കെയാണ് ബാങ്കിൻ്റെ അക്കൗണ്ട്സിൻ്റെ ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ക്ലിയർ? ഇത് നമുക്ക് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണെന്ത്? ബാങ്കിൽ എന്തുപയോഗിക്കുന്നു? സ്ലിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നതും അതുപോലെ തന്നെ പോസ്റ്റിങ്സ് ഒക്കെ നടക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ സ്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ അണ്ടർടേക്ക് ചെയ്യുന്നത് കൊണ്ട്, ക്ലിയർ, ഇവിടെയുള്ള ജേർണൽ എൻട്രീസ് ഒന്നും എഴുതാത്തത് കൊണ്ട് ഇതിനെ എന്തു പറയുന്നു? സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, അതൊരു സെപ്പറേറ്റ് ബുക്ക് കീപ്പിംഗ് സിസ്റ്റം അല്ല, ബട്ട് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റാപ്പിഡ്ലി പോസ്റ്റിംഗ് എൻട്രീസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ ലെഡ്ജർ അക്കൗണ്ട്. ക്ലിയർ? ബൈ യൂസിങ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ്. ക്ലിയർ? വളരെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യും. ജേർണൽ എൻട്രി ഒക്കെ എഴുതി പിന്നെ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എടുത്ത് എഴുതി, ഇതൊക്കെ സമയമാവും, അല്ലേ? ബാങ്കിൽ 100, 200, 300, ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും ഒരു ദിവസം വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? റാപ്പിഡായിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്ലിപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് കോൾഡ് സ്ലിപ്പ് സിസ്റ്റം. എന്താണ് സ്ലിപ്പ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? പെയിൻ സ്ലിപ്പ്, അല്ലേ? അതുപോലെ തന്നെ വിഡ്രോവൽ സ്ലിപ്പ്, ഡെബിറ്റ് സ്ലിപ്പ്, ക്രെഡിറ്റ് സ്ലിപ്പ്, ക്ലിയർ, ചെക്ക്, ക്ലിയർ, ഇതൊക്കെ സ്ലിപ്പുകളാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ അക്കൗണ്ടിങ് ചെയ്യുന്നത്. സ്ലിപ്പ് സിസ്റ്റത്തിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ക്ലിയർ? നിങ്ങൾക്ക് അയച്ചു തരുന്ന സ്റ്റഡി മെറ്റീരിയൽ കുറച്ചുകൂടെ അത് നോക്കുക കേട്ടോ. അപ്പോൾ
എന്നിട്ട് അത് അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. സോ ദിസ് ഈസ് വാട്ട് സം ഓഫ് ദി ബേസിക് ടേംസ് റിലേറ്റഡ് ടു accounts of banking companies.